വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഫേഷ്യലാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഫേഷ്യൽ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബ്രൈറ്റ് ഫീലും നമുക്കൊരു ഫ്രഷ് ഫീലും ഒക്കെ കിട്ടും. അപ്പോൾ അതിനായിട്ട് വേണ്ടത് മെയിനായിട്ട് മിൽക്കാണ്. നമ്മൾ 3 സ്റ്റെപ്പ്, ഇതിൽ 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ ആ 3 സ്റ്റെപ്പിലും മെയിനായിട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. മിൽക്കിലുള്ള ലാക്റ്റിക് ആസിഡ് നമുക്ക് ഭയങ്കര ഫ്രഷ് ഫീലും നമ്മളെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും, പിന്നെ നമ്മളെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് അത് കുറയാനും, ബ്ലാക്ക് സ്പോട്ട്സ് ഉള്ളവർക്ക് അതൊക്കെ കുറയാനും, പിന്നെ എന്തെങ്കിലും സൺ ബേൺസ് ഒക്കെ ഉണ്ടായാൽ അതൊക്കെ പോകാനൊക്കെ നമ്മളെ മിൽക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മളെ 3 സ്റ്റെപ്പിലും മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ മിൽക്കാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്ലെൻസിങ് ആണ്. അതിനായിട്ട് ജസ്റ്റ് മിൽക്ക് മാത്രം എടുത്തിട്ട് ഒരു കോട്ടൺ പാഡിലാക്കിയിട്ട് നമ്മൾ ഫേസിൽ ക്ലെൻസ് ചെയ്യുക. ഞാൻ കുറച്ച് മിൽക്ക് എടുത്ത് ഇത് കോട്ടൺ പാഡിലാക്കി നമ്മൾ ഫസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിൽക്ക് നല്ല തണുത്ത മിൽക്ക് എടുക്കുക. അപ്പോൾ നമുക്കത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും. നല്ല തണുത്ത മിൽക്ക് എടുക്കുക. അപ്പോൾ ഇതൊരു വെറ്റ് വാട്ടറിലൊന്ന് ഡിപ്പ് ചെയ്ത് കോട്ടൺ വെച്ചിട്ടൊന്ന് റിമൂവ് ചെയ്യാണ്. ഇത് ആ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. കാരണം നമ്മൾ ആ കോൾഡ് മിൽക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ കോൾഡ് മിൽക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ക്രബാണ്. അതിന് നമുക്ക് കുറച്ച് റൈസ് ഫ്ലോറും മിൽക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒരു സ്ക്രബ് ഉണ്ടാക്കാം. അത് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ആണോ? അപ്പോൾ നമ്മൾ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം നല്ലോണം നമ്മൾ സ്ക്രബ് ചെയ്യണം നമ്മുടെ ഫേസ്. ഈ സെയിം സ്ക്രബ് യൂസ് ചെയ്തിട്ട് നമ്മളെ ലിപ്സ് നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് നമ്മളെ 3rd സ്റ്റെപ്പ്, നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ്. അതിനായിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് കുറച്ച് റൈസ് ഫ്ലോർ എടുത്തിട്ട് അതിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പപ്പായയാണ്. പപ്പായയിലുള്ള നമ്മളെ ആൻസൈംസ് ആയിട്ടുള്ള പെപ്പൈനും സൈമോപെപ്പൈനും ഒക്കെ നമ്മളെ സ്കിന്നിന് നമ്മളെ പിമ്പിൾസ് വരാതിരിക്കാനും ഡെഡ് സ്കിൻസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് പിമ്പിൾസ് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം എന്നതാ നമ്മളെ റൈസ് ഫ്ലോറും പപ്പായയും കൂടി നല്ലോണം ഞാൻ ആ പപ്പായൊക്കെ സ്മാഷ് ചെയ്തിട്ട് ആക്കിയിട്ടുണ്ട് ഒരു പേസ്റ്റ് പോലെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്കും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട്, അധികം ലൂസാവരുത്, ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതാ ഈ ഒരു രൂപത്തിലാക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിതൊരു ഫേസ് പാക്ക് പോലെ ഇട്ടിട്ട് ഒരു ജസ്റ്റ് ഒന്ന് നമ്മൾ മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മളിത് ഇട്ട് വെക്കണം. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇനി ഇത് വാഷ് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഒരു കൊച്ചു 3 സ്റ്റെപ്പ് ഫേഷ്യൽ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫ്രഷ്നെസ്സും ഒരു ബ്രൈറ്റ് ഫീലും ഉണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. ബൈ ബൈ.